ശിവ, ഇന്നിപ്പോൾ ഒഴിവ് ദിവസമാണ്. എന്തെങ്കിലും പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല കുമാറ, ഇന്ന് ഞാൻ നിന്നെ കൊണ്ട് എന്തെങ്കിലും പാടിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. ഞാനോ? ആ, നിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, നീ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൻ്റെ കൂടുമ്പോഴുള്ളൊരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുമ്പോൾ പാടുന്ന പാട്ടുണ്ടല്ലോ, ഒരു നാടൻ പാട്ട്. ഞാൻ ഏത് പാട്ടാണ്? അപ്പൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ? ഓ, ആ പാട്ടോ? അത് ഓർമ്മയുണ്ടോ? വരികൾ നോക്കട്ടെ. ആ, എനിക്ക് മറ്റന്നാൾ നമ്മളുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, ഞങ്ങൾ കൂടെ പഠിച്ച കുറച്ച് ആളുകളൊക്കെ കൂടെ. അപ്പം ഇതൊന്നും അവിടെ പാടാൻ വേണ്ടിയിട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പാടുന്നതാണല്ലോ നമ്മൾ, ചില സമയത്ത്. ഓക്കെ, നോക്കാം. அப்பன் அப்பன் சிட்டிலிங்கன் தேருட மலை நாடு, என் பேரு குழந்த வேலு பக்கம்தான ஊரு. அப்பன் அப்பன் சிட்டிலிங்கன் தேருட மலை நாடு, என் பேரு குழந்த வேலு பக்கம்தான ஊரு. அந்தியோളം சட்டி விட்டு ஜாலி அடிச்சு நடக்கும், அந்தியம்ப கஞ்சி இலங்க சட்டியும் எடுத்து நடக்கும். அந்தியோളം சட்டி விட்டு ஜாலி அடிச்சு நடக்கும், அந்தியம்ப கஞ்சி இலங்க ചാട്ടിയും എടുത്ത് നടക്കും. വെള്ളിയാഴ്ച അല്ലേ നമ്മണ്ട വെളുത്തങ്കാവിലെ പൂസ, കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ അടുത്ത് പോകാനാസ. വെള്ളിയാഴ്ച അല്ലേ നമ്മണ്ട വെളുത്തങ്കാവിലെ പൂസ, കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ അടുത്ത് പോകാനാസ. ആസ വെച്ച് അടുത്ത് പോയപ്പോൾ അടുക്ക് ചട്ടി കൊണ്ടെറിഞ്ഞ്, ചൂളപ്പേരയിൽ പോയി തരികിടാന്ന് മറിഞ്ഞ്. ആസ വെച്ച് അടുത്ത് പോയപ്പോൾ അടുക്ക് ചട്ടി കൊണ്ടെറിഞ്ഞ്, ചൂളപ്പേരയിൽ പോയി തരികിടാന്ന് മറിഞ്ഞ്. കെട്ടാനുറച്ചു നമ്മൾ ഇട്ടു മാല കഴുത്തി, 8 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 10 മാസം വയറ്റി. കെട്ടാനുറച്ചു നമ്മൾ ഇട്ടു മാല കഴുത്തി, 8 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 10 മാസം വയറ്റി. அப்பன் அப்பன் சிட்டிலிங்கன் தேருட மலை நாடு, என் പേര് കുളന്ത വേലു പക്കംതാന ഊര്. അതന്നെ, അടിപൊളി, കലക്കി. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിനെ പറ്റിയിട്ട് അറിയുമെങ്കിൽ പറയാം. ആ, അതൊന്നും അറിയില്ല. ഇതാരെഴുതി എന്താണ് അങ്ങനത്തെ സംഭവമൊന്നും അറിയില്ല. ഇത് നമ്മൾ പണ്ട് മുതലേ നമ്മളുടെ ഓരോ ഇങ്ങനത്തെ പരിപാടികളിൽ നമ്മളുടെ എന്താ പറയുക, സഭ കൂടുക എന്നോ അങ്ങനത്തൊക്കെ പറയും, അങ്ങനത്തെയൊക്കെ സമയത്ത് പാടുന്ന ഒരു പാട്ട്, അത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടുള്ള ഒരു അറിവില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു പാട്ട്, ഇത് കാച്ചിക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമുക്കിപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പാലക്കാട്ടിലത്തെ ഇതിനെ എന്ത് പാട്ടാണ് ഇപ്പോൾ കുമാറിനും ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നില്ല അത് ആരെഴുതി ചിട്ടപ്പെടുത്തി എന്താണ് എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുമാർ നമ്മളുടെ തന്നെ ഒരു കസിൻ്റെ കയ്യിൽ നിന്ന് കേട്ട് പഠിച്ചതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പുള്ളി എപ്പോഴും ഇത് എവിടെയെങ്കിലുമൊക്കെ പാടാറുമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വേറെ ആധികാരികമായിട്ട് ഒന്നും അറിയില്ല. അത് പൊറോട്ടം കളി വിഭാഗത്തിൽ പെടുവോ അങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും പാലക്കാട് കഴിഞ്ഞത് വെളിയിലുള്ള ഒരു ആൾക്കാർക്ക് ഇത് അറിയുമോ എന്നറിയില്ല. പാലക്കാടിൻ്റെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഈ പാട്ടിനെ പറ്റി അറിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അതിന്. അതേമാതിരി ഓരോ ഡിസ്ട്രിക്റ്റിലും ഇതേമാതിരിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പാട്ടുകളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിച്ചു തരിക. അപ്പോൾ ഇതിനെ ഒന്ന് ഈ ഒരു പാട്ട് അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ബൈ.